അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ 72 പിഴച്ച കക്ഷികളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു രക്ഷയുടെ മാർഗം സ്വീകരിച്ച ശരിയായ പാന്താവിലൂടെ സഞ്ചരിക്കുന്ന സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ച നമ്മൾ കേട്ടു. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ബാക്കിയായിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിച്ച, ആ ദീൻ സ്വീകരിച്ച സ്വഹാബികൾ, അവർക്കിടയിൽ ഒരൊറ്റ ഇസ്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധാരാളം വ്യതിചലിച്ചിട്ടുള്ള ഒരു കക്ഷികൾ സ്വഹാബികളുടെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ആദ്യത്തെ വഴിപിഴച്ച വ്യതിചലിച്ച സംഘം പ്രത്യക്ഷപ്പെട്ടു. അതും ഉത്തമ തലമുറയിൽ സ്വഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. ആ സമയത്ത് എങ്ങനെയാണ് വ്യതിചലിച്ച ആശയങ്ങളെയും അതുപോലെ തന്നെ സ്വഹാബികൾ സ്വീകരിച്ച യഥാർത്ഥ ഇസ്ലാമിനെയും വേർതിരിക്കാൻ വേണ്ടിയുള്ള മാനദണ്ഡം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ മാനദണ്ഡം ഇന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് ആകട്ടെ ഇന്നത്തെ ചർച്ച. കഴിഞ്ഞ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ബഹുമാന്യ പണ്ഡിതൻ ഷമീർ മദീനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിരീക്ഷണം നമ്മളോട് പങ്കുവെക്കും. നമുക്കത് കേൾക്കാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത ഒരു സമൂഹം, ഇസ്ലാമിൻ്റെ പ്രഥമ ഓഡിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സഹാബത്ത്. അങ്ങനെ ആ ഒരു ഒറ്റ സമുദായത്തിൽ നേരായ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമിൻ്റെ ആ വഴി പിന്നെ എങ്ങനെയാണ് ഉപവഴികളായി അല്ലെങ്കിൽ ചിന്നിച്ചിതറി വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ശത്രുക്കളുമൊക്കെയായി മാറിയത് എന്നത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് അൻവർ അബൂബക്കർ നമ്മളുമായി പങ്കുവച്ചത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാലയെക്കൂട്ടി നമ്മെ മുന്നറിയിപ്പ് നൽകി ഉണർത്തിയിട്ടുണ്ട് എന്നതാണ്. അവിടെ നിന്ന് പറഞ്ഞു, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുൻ സമുദായങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യും. പിൻപറ്റിയേക്കുമെന്നല്ല, ആ പ്രയോഗങ്ങളിലടക്കം നമുക്ക് വളരെ കൃത്യമായ ഉണർത്തലുകളും താക്കീതുകളുമുണ്ട്. ഉറപ്പായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ. അവരെങ്ങാനും ഒരു ഉടുമ്പിൻ മാളത്തിലേക്ക് ഉൾവലിഞ്ഞാൽ, കയറിപ്പോയാൽ, നിങ്ങളും അതിൻ്റെ പിന്നാലെ പോകും. അഥവാ അത്രമാത്രം പൂർവ്വ സമുദായങ്ങളെ, വ്യതിചലിച്ച വിഭാഗങ്ങളെ നിങ്ങൾ അതിൽ തുടരുക തന്നെ ചെയ്യും, അനുകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത്, താക്കീത് ചെയ്തത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു അൽ യഹൂദു വൻ നസാറ. അള്ളാഹുവിൻ്റെ റസൂലെ, ജൂത ക്രൈസ്തവരെയാണോ അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫമൻ, പിന്നെ ആരാ? അവർ തന്നെയാണ്. അപ്പോൾ അവർക്കെന്താ സംഭവിച്ചത്? സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിമിലൊക്കെയുള്ള ഹദീസാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അവർക്കെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, ഒന്ന് പ്രമാണം ബോധ്യപ്പെട്ടാലും, ഇതാണ് ദൈവികമായ വെളിപാട്, അള്ളാഹു പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് എന്ന് മനസ്സിലായാലും ബോധ്യപ്പെട്ടാലും പല പല താല്പര്യങ്ങൾക്ക് വേണ്ടി, പല ലാഭങ്ങളും അതേപോലെ സ്ഥാനമാനങ്ങളും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആ ശരിയെ തൽക്കാലം മാറ്റിവെച്ച് അതിന് നേരെ കണ്ണടച്ച് അവർ വേറെ റൂട്ടിലൂടെ പോകും. അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ അവരുടെ സ്വന്തം ബുദ്ധിയും യുക്തിയും താല്പര്യമൊക്കെ സ്വീകരിച്ച് ആ രീതിയിൽ പോകും. അത് നബി പഠിപ്പിച്ചതാണോ സഹാബത്ത് സ്വീകരിച്ചതാണോ എന്നൊന്നും അന്വേഷിക്കാത്ത ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ വ്യതിയാന കക്ഷി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഖവാരിജുകളുടെ ഉത്ഭവം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ദുൽഹുവൈസിറ എന്ന് പറയുന്ന ഇവരുടെ തലതൊട്ടപ്പൻ, ഇഅ്ദിൽ യാ മുഹമ്മദ്, പ്രവാചകരെ താങ്കൾ ഓഹരി വെച്ചത് ശരിയായില്ല, നീതി പാലിക്കൂ നബിയെ. നബിയെ എന്നല്ല, മുഹമ്മദേ എന്നാണ് വിളിച്ചത്. അപ്പോൾ ആദരവില്ലാത്ത, ബഹുമാനമില്ലാത്ത ഒരു എടുത്തുചാട്ടത്തിൻ്റെ ശൈലിയിൽ നിന്ന് അവിടെ തുടങ്ങാണ്. പക്ഷേ അവർ ആ വിഭാഗത്തിൻ്റെ തുടർച്ചയായി, അല്ലെങ്കിൽ അവരുടെ ആ വ്യക്തിയുടെ പിൻതലമുറക്കാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുൽഹുവൈസിറയുടെ സന്താന പരമ്പരയിൽ നിന്ന് ഇന്ന മിൻ ലിഹാദാ ഖൗമൻ യഖറഊനൽ ഖുർആന ലാ യുജാവിസു ഹനാജിറഹു. ഖുർആനെ പ്രമാണമായി അംഗീകരിക്കുന്ന ആളുകളാണ് അവർ. ഖുർആൻ ധാരാളമായി ഓതുകയും ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ അയാളുടെ പിൻതലമുറക്കാരായ ആ വ്യക്തികൾ അവരുടെ മനസ്സിലേക്ക് ഖുർആനിൻ്റെ ആശയാദർശങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുകയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തു കടക്കുന്നത് പോലെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇസ്ലാമിൻ്റെ വക്താക്കളായി രംഗപ്രവേശം ചെയ്യുകയും ഇസ്ലാമിൻ്റെ ഹാവഭാവാദികളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ പുറംപൂച്ചുകളൊക്കെ അണിഞ്ഞ് പോകുന്ന ആളുകൾ, ആദർശപരമായി ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അതിൻ്റെ പുറത്തേക്ക് പോകും. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാമിനെ തകർക്കണം എന്ന് വിചാരിച്ച് ബോധപൂർവം കച്ചകെട്ടി വന്ന ഒരു വിഭാഗമായിട്ടല്ല ഈ വിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. മറിച്ച് ആ പ്രമാണങ്ങളോടുള്ള സമീപനങ്ങളിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ചയും വ്യതിയാനവുമാണ് അവരെ ആ രീതിയിലേക്ക് എത്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആരാധനകളെ സംബന്ധിച്ച് സ്വഹാബത്തിനെ താക്കീത് ചെയ്യുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ഒരാൾ അവരുടെ നിസ്കാരത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം ചെറുതായി തോന്നും. നമ്മളെ പോസിറ്റീവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആത്മാർത്ഥമായി ദീനിൽ അടിയുറച്ച് നിന്ന് ഇബാദത്ത് ചെയ്ത, ജിഹാദ് ചെയ്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനങ്ങൾ ചെയ്ത സ്വഹാബത്തിനെ നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, വ്രതാനുഷ്ഠാനം അവരുടെ നോമ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ചെറുതായിട്ട് തോന്നും, അവരുടെ കുറേയുള്ളതായിട്ട് തോന്നും. അപ്പോൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന, ഇസ്ലാമിൻ്റെ ബാഹ്യമായ എല്ലാ രീതികളും കാണുന്ന അവർ എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടേതായ യുക്തിയും ചിന്തയും വെച്ചിട്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്നൊരാശയം അത് ഉറക്കെ പറയാൻ അവർ കാണിച്ച ധൈര്യം, അതാണ് ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് ദുനിയാവിൽ വെച്ച് സന്തോഷവാർത്ത കേൾക്കാൻ ഭാഗ്യം ലഭിച്ച അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. അതിലൊരാളാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ദുന്നൂറൈൻ, ഇരട്ട പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികളുടെ ഭർത്താവാകാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തി. ഒരു മകളെ വിവാഹം ചെയ്തു കൊടുത്തു, അവർ മരണപ്പെട്ടപ്പോൾ മറ്റൊരു മകളെ കൂടി വിവാഹം ചെയ്തു കൊടുത്ത ഇരട്ട പ്രകാശങ്ങളുടെ ഉടമ എന്ന വിളിപ്പേരുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞു വെച്ച് വീട്ടിലേക്ക് കടന്ന് കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരന്മാരായി ഖവാരിജുകൾ മാറിയതെന്താ? ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെയും തകർക്കണം എന്ന ഉദ്ദേശമോ ആഗ്രഹമോ ആയിരുന്നില്ല. മറിച്ച് ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രമാണങ്ങളെ, ആ ടെക്സ്റ്റുകളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന വിഷയത്തിലെ ഒരു വ്യതിയാനമാണ്, അല്ലെങ്കിൽ ശരി പിൻപറ്റുവാൻ ഉള്ള തൗഫീക്ക് കിട്ടാതെ പോയതാണ് അവർക്കുണ്ടായ അപകടം. നമ്മളപ്പോൾ പലപ്പോഴും ചിന്തിക്കലുണ്ട്, ഇങ്ങനെ നിസ്കരിച്ച, ഇങ്ങനെ നോമ്പെടുത്ത, ഇത്രമാത്രം കൃത്യതയും കണിശതയും ദീനിൽ കാണിച്ച ആ ആളുകൾ ഇതേപോലെ വലിയ അക്രമങ്ങൾക്ക് എങ്ങനെ മുതിർന്നു എന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ കാണുന്നില്ലേ, ഹറമ് പോലെയുള്ള നാടുകളിൽ റമദാൻ പോലെയുള്ള വിശുദ്ധ സമയത്ത്, പുണ്യഭൂമിയിൽ പുണ്യ സമയത്ത് ബോംബ് പൊട്ടിക്കുന്ന ആളുകൾ ഖവാരിജുകളുടെ പിൻതലമുറക്കാരാണ്. ആശയപരമായി എന്താണ് എന്ന് ചോദിച്ചാൽ, ചില ആയത്തുകളെയും ചില ഹദീസുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട്
ആ വഴി മാറ്റിവെച്ച് അവർ നേരെ അവർക്ക് തോന്നിയ ആശയങ്ങളും ആദർശങ്ങളും അതിൽ നിന്ന് സ്വീകരിച്ച് അതാണ് ശരി എന്ന രീതിയിൽ പറഞ്ഞു നടക്കുകയും ചെയ്തതുകൊണ്ടാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ പറയാം. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. അത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും ഒക്കെ ഉള്ള, നമ്മളൊക്കെ ഏറെ പരിചയപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ളൊരു ഹദീസാണ്. ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ അത് അധർമ്മമാണ്, തെമ്മാടിത്തമാണ്. ഒരു മുസ്ലിമിന് നേരെ ആയുധമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അപ്പോൾ നേരെ ആ ഹദീസ് എടുത്താൽ എന്തായിരിക്കും? മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുകയോ അതല്ലെങ്കിൽ ആയുധമെടുക്കുകയോ ചെയ്താൽ രണ്ട് വിഭാഗവും കാഫറാണ് എന്നതിലൂടെ കണ്ടെത്തൂലേ? ഇതേ അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ വിഷയത്തിൽ ഖവാരിജികൾ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകൾ ജമലും സഫീനും പോലെയുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവരെല്ലാം കാഫിറാണ് എന്ന് ഒറ്റയടിക്ക് വിധി എഴുതുകയായിരുന്നു. ഇതേപോലെയുള്ള ചില ഹദീസുകളുടെയും അതേപോലെ തന്നെ പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ. അതിൻ്റെ ബാഹ്യാർത്ഥാണ് എടുത്തത്. അതെ, അതിൻ്റെ ആ ബാഹ്യമായ അർത്ഥം സ്വീകരിച്ച് ഇവരൊക്കെ മുശ്രിക്കാണ് അല്ലെങ്കിൽ കാഫിറാണ് എന്ന രീതിയിൽ അവർ അതങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. വാസ്തവത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത്, സ്വഹാബത്ത് എങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊന്നും മനസ്സിലാക്കാൻ തയ്യാറല്ലാതെ ആ ബാഹ്യാർത്ഥത്തിൽ നിന്നുകൊണ്ട് അവർക്ക് തോന്നിയ ഒരു തീവ്ര ആശയം അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് അവർ കണ്ടുപിടിച്ച ഒരാശയം, അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഉരക്കല്ലായി അളവുകോലായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഫഹ്മുസ് സലഫ് അല്ലെങ്കിൽ മൻഹജു സലഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന സച്ചരിതരായ മുൻഗാമികളുടെ ആ പാതയും മനസ്സിലാക്കലും അതിന് തീരെ വില കൽപ്പിച്ചില്ല എന്നതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ നമ്മൾ ഈ ഹദീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹദീസിൽ അവർ പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യും, എന്നാൽ തൊണ്ടക്കുഴി വിട്ടാ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിനെ ശരിക്ക് ഗ്രഹിക്കേണ്ടതുപോലെ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഗ്രഹിക്കേണ്ടതുപോലെ എന്ന് പറയുമ്പോൾ ആര് ഗ്രഹിച്ചതുപോലെ ആയിരിക്കണം? സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും കാണാൻ സാധിക്കില്ലേ? ഒന്നാമത്തെ ഡിബേറ്റായിട്ട് ഇതേ ഖവാരിജികളുമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ട ആരും ഇല്ലല്ലോ എന്നുള്ളത്. അതായത് ഞങ്ങൾക്കാണല്ലോ ഖുർആൻ ആദ്യമായിട്ട് അവതരിച്ചത്. ആ ഞങ്ങളെന്ന് പറയുമ്പോൾ സ്വഹാബികൾ, ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരും തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അത് അറിയിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുർആൻ ഗ്രഹിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയ ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫഹമിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത്. ഇന്നും ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അതേ ഫഹമിലേക്ക് തിരിച്ചു വന്നാൽ ഈ വിഷയങ്ങളിലൊക്കെയുള്ള തർക്കങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സന്ദേശമല്ലേ അത്? അതെ അതെ, കാരണം ഹദീസിൻ്റെ ചില ഭാഗങ്ങളിൽ അത് കാണുന്നുണ്ട്. ഈ വ്യതിയാന കക്ഷികളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ ഹുദസാ ഉൽ അസ്നാൻ, അതായത് ജൂനിയേഴ്സ്, സീനിയർ ആളുകളെ മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് ദീൻ പഠിച്ച സഹാബത്ത്, അതാണ് സീനിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത്. അതല്ലാതെ ഇവിടുത്തെ പ്രായവ്യത്യാസത്തിൻ്റെതല്ല. അവരാരും ഗ്രഹിച്ച അവരുടെ ആരുടെയും വ്യാഖ്യാനമോ അവരുടെ ആരുടെയും ഒരു വാക്കുപോലും ഉദ്ധരിക്കാനില്ലാതെ എനിക്ക് മനസ്സിലായത്, ഖുർആനിൽ നിന്ന് കിട്ടിയത്, ഹദീസിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വഹാബികളുടെ നൂറുകണക്കിന് വാക്കുകൾ അപ്പുറത്തെ എതിരിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ മറ്റ് ഹദീസുകൾ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾക്ക് എതിരായിട്ടുണ്ടാകും. അതൊന്നും പരിഗണിക്കാതെ എനിക്ക് എൻ്റെ പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പലരും പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇവർ എന്ത് പരിഗണിക്കുന്നില്ല? സച്ചരിതരായ മുൻഗാമികൾ എന്നുള്ള ആ ഒരു പരിഗണന, ആ അർത്ഥത്തിലുള്ള സീനിയേഴ്സായിട്ട് അവരെ കാണാനും അംഗീകരിക്കാനും തയ്യാറല്ലാതെ ചെറുപ്രായക്കാരായ ആളുകൾ, അതല്ലെങ്കിൽ വികാര ജീവികളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ വൈകാരികമായിട്ടല്ലല്ലോ സമീപിക്കേണ്ടത്. അതിൻ്റെ പ്രാമാണികമായ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി പഠിക്കാനും അന്വേഷിക്കാനും തയ്യാറാകേണ്ടതിന് പകരം എല്ലാം ഒരു ആവേശ കമ്മിറ്റി പോലെ വന്ന് പലതരത്തിലുള്ള ആശയങ്ങളും അവതരിപ്പിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ
പ്രസക്തമായ വിഷയം, പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു രീതിശാസ്ത്രമുണ്ട്. അത് സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ എന്ന് പറയുമ്പോൾ സ്വഹാബികൾ എങ്ങനെയാണോ ഖുർആനിലെ ആയത്ത് മനസ്സിലാക്കിയത്, ഹദീസുകൾ എങ്ങനെയാണോ അവർ ഗ്രഹിച്ചിട്ടുള്ളത്, ആ ഗ്രാഹ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒതുങ്ങി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വ്യതിയാന കക്ഷികളിലും നമ്മൾ കുടുങ്ങിപ്പോവുകയില്ല എന്ന വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ് നമ്മളിവിടെ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം